ബന്ദികളെ മോചിപ്പിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച ഗസ വീണ്ടും കുരുതിക്കളമായി. 6 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ചൊവ്വാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ വൻ ബോംബാക്രമണത്തിൽ 400-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി സാധാരണക്കാരും ഉൾപ്പെടുന്നുണ്ട്. അതിർത്തിയോടുള്ള വടക്കൻ മധ്യ ഗസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനും ഇസ്രായേൽ ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് ഗസ വീണ്ടും ചോരയാൽ ചുവക്കുന്നുവെന്ന് ചുരുക്കം. അപ്പോഴും കേരളത്തിലടക്കമുള്ള ഒരു വിഭാഗം മാധ്യമങ്ങൾ കെട്ടുകഥകൾ മാത്രമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് മാത്രമാണോ ഈ കൂട്ടക്കൊലകളുടെ ഉത്തരവാദിത്തം? വെടിനിർത്തൽ അട്ടിമറിച്ചത് ആരാണ്? ഏറെക്കാലം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഗസയിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. US മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ ജനുവരിയിലെ കരാർ പ്രകാരം 2023 ഒക്ടോബർ 7-ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഘട്ടം ഘട്ടമായ വെടിനിർത്തലിനുമാണ് ആഹ്വാനം ചെയ്തത്. ജനുവരി 19 മുതൽ മാർച്ച് 1 വരെ നീണ്ട ആദ്യഘട്ടത്തിൽ ഭീകരാക്രമണങ്ങൾക്ക് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നവർ ഉൾപ്പെടെ 1800ഓളം ഫലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസ് 25 തടവുകാരെ വിട്ടയച്ചു. മറ്റ് 8 പേരുടെ മൃതദേഹങ്ങൾ നൽകി. തങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ ഗസയിലെ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. ഹമാസ്